അതെ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ ബോ ചെയ്താലോ? ഇത് നമുക്ക് ക്രിസ്മസ് തീമിന് ചെയ്തതാണ് കേട്ടോ. ഒരു 30 സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മുടെ 1 ഇഞ്ച് നീളമുള്ള ഗ്രോസ് ഗർ റിബന് പകരം സാധാ റിബണും നമുക്ക് സാറ്റിൻ റിബണും പ്രീമിയം റിബണും യൂസ് ചെയ്യാം. ഞാനിവിടെ ഗ്രോസ് ഗർ റിബണാണ് എടുത്തിരിക്കുന്നത്. അതിന് ജസ്റ്റ് സെൻറ്ററിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ഈ ഒരു ഫോൾഡിങ് കറക്റ്റ് നോക്കിയിരുന്നാൽ സാധാരണ നമ്മുടെ ഹെയർ ബോ ചെയ്യും പോലെ തന്നെയാണ്. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആകത്ത് സെൻറ്ററിൽ ഇതിൻ്റെ അകത്തേക്ക് ആ സെൻറ്ററിൽ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, അതൊന്ന് കറക്റ്റ് ആയതിനു ശേഷം ഇതുപോലെ ഒന്ന് കറക്റ്റ് വെച്ചതിന് ശേഷം സാധാരണ നമ്മൾ ബോ സ്റ്റിച്ച് ചെയ്യില്ലേ, അതുപോലെ ഒന്ന് സ്റ്റിച്ചിട്ട് അതിനെ ടൈ ചെയ്തെടുക്കുക. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഫിനിഷ് ആവും കേട്ടോ. ആദ്യം നമ്മളൊരു ബോ ചെയ്യുക, അത്രയേ ഉള്ളൂ. ബോ ചെയ്യാം, നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഇത് കുറച്ചുകൂടെ ഒരു പെർഫെക്ഷൻ ആയിട്ട് ഇരിക്കും, അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. ഇപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ ബോയുടെ ലെങ്ത് കുറച്ചുകൂടെ കൂടുതൽ വേണമെങ്കിൽ 30, 35, 20, 25 കുറഞ്ഞ് വേണമെങ്കിൽ കുറച്ചെടുക്കാം, കൂടുതൽ വേണമെങ്കിൽ കൂട്ടിയെടുക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. അതുപോലെ തന്നെയാണ് സെൻറ്ററിലേക്ക് ടൈ ചെയ്തു എടുക്കുക. അപ്പോൾ നമ്മുടെ ഹെയർ ബോ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ ഗ്ലിറ്റർ ഷീറ്റും കൂടെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ചുകൂടെ ഒരു ഫോം ഷീറ്റില്ല, നമ്മൾ ഗ്ലിറ്റർ ഫോം ഷീറ്റ് യൂസ് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ മനോഹരമാവും. അത് ഇതുപോലെ എടുക്കുക. ഒരു സ്ക്വയർ പീസ്, ഒരു റെക്റ്റാങ്കുലർ ആയിട്ട് ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് നമ്മുടെ ഒരു ബോയുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ നമുക്ക് സ്റ്റെൻസിൽസ് ഉണ്ടെങ്കിൽ അത് വെച്ച് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളുടെ ഇതുപോലെ ജസ്റ്റ് നമ്മളുടെ കത്രിക വെച്ചിട്ട് നോർമലി വരച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. ഞാൻ സ്ഥിരം കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തു, അല്ലാതെ നിങ്ങൾക്ക് വരച്ചിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ രണ്ട് സൈഡിലേക്കും എന്താ പറയുക, ആ എഡ്ജ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടല്ലോ. അടുത്ത സൈഡ് ഈ ഹെയർ ബോയുടെ പുറകിൽ വെക്കാനാണ്. അപ്പോൾ ഈ ഒരു റെഡ് ഗ്രീൻ കോമ്പിനേഷൻ വരും. ഈ റെഡ് ഗ്രീൻ കോമ്പിനേഷൻ വരുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. കണ്ടോ, ഇതെങ്ങനെ അറ്റാച്ച് ചെയ്യാനാണ്. ഒരു വൈറ്റ് ഫോം ഷീറ്റ്, അതായത് സിൽവർ കളറിൻ്റെ ഫോം ഷീറ്റ് ജസ്റ്റ് ഒന്ന് ഒരു വീതി കുറച്ച് കട്ട് ചെയ്യുക. ആ സെൻറ്റർ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ സെൻറ്റർ കവർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ മനോഹരമാവും. വൈറ്റ്, ഗ്രീൻ, റെഡ്. അപ്പോൾ ക്രിസ്മസ് തീമിൻ്റെ എല്ലാ കളറും ആയിക്കഴിഞ്ഞു. കണ്ടല്ലോ. ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തു, അതിനെ ഒന്ന് ഫിക്സ് ചെയ്തു, ഇനി ഒന്ന് സെൻറ്റർ കവർ ചെയ്തെടുക്കുന്നു. ഗ്ലൂ ഗൺ ആയതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് ഇത് കവർ ചെയ്ത് നമുക്ക് പേസ്റ്റായി കിട്ടും. ജസ്റ്റ് ഇനി നിങ്ങൾക്ക് സെൻറ്ററിൽ സാറ്റിൻ റിബൺ വേണമെങ്കിൽ സാറ്റിൻ റിബൺ ഉപയോഗിച്ച് കവർ ചെയ്യാം കേട്ടോ. ഞാനിതിൽ വേറെ സ്റ്റോൺസോ ഒന്നും കൊടുക്കുന്നില്ല, വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കുന്നതാണ്. കണ്ട, പുറകിലേക്ക് കൊടുക്കുക. പുറകിലേക്ക് ജസ്റ്റ് ഒന്ന് എടുക്കുക, ജസ്റ്റ് ഗ്ലൂ അപ്ലൈ ചെയ്യുക, ഒന്ന് ഫോൾഡ് ചെയ്യുക. 2 സെക്കൻഡ് ഫോൾഡ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം ബാലൻസ് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോഴേക്കും നമ്മുടെ ഹെയർ ബോ ആയിട്ടുണ്ട്. കണ്ടല്ലോ. ഇനി ഇതിലേക്ക് പുറകിലേക്ക് ഫെൽറ്റ് ഷീറ്റ് കൊടുക്കുന്നത്. ഞാൻ പിന്നെ ഒരു ഹാങ്ങിങ് പോലെ, നമ്മുടെ ഒരു കുഞ്ചലം പോലെ നമുക്കിത് ഡ്രസ്സിലൊക്കെ വയ്ക്കാൻ കിട്ടുന്നതാണ്. ആ ഒരു അറ്റാച്ച്മെൻറ്റും കൂടെ ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പുറകിലേക്ക്. ഇത് ആ ഒരു ലെങ്തിനനുസരിച്ച് വെക്കുക. ഇതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഫിക്സ് ചെയ്തിട്ട് നമുക്ക് എത്രത്തോളം ലെങ്ത് താഴോട്ട് നിൽക്കുന്നു ആ ഒരു ഗ്യാപ്പ് കറക്റ്റ് അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അങ്ങനെ കുറച്ചുകൂടെ മേലോട്ട് വലിച്ചെടുത്തിട്ട് ആ ത്രെഡ് ബാലൻസും കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം കേട്ടോ. കട്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അലിഗേറ്റർ ക്ലിപ്പ്. ഇത് അലിഗേറ്റർ ക്ലിപ്പ് അല്ലാതെ തന്നെ നമുക്ക് ഹെയർ ബാൻഡ് അറ്റാച്ച് ചെയ്യാം. നമുക്ക് ഇഷ്ടത്തിന് എന്താണ് വേണ്ടത് അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ അലിഗേറ്റർ ക്ലിപ്പാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അറ്റാച്ച് ചെയ്തു. കാര്യം കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുത്ത ഒരു ഹെയർ ബോയാണ്. ഇതൊരു ക്രിസ്മസ് തീമിന് ചെയ്തതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇതൊരു ഹെയർ ബോ നമ്മുടെ ഹെയറിൽ കൊടുത്താൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.